ശ്രീചക്രം, ശ്രീചക്രവും അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് നമുക്ക് അറിയേണ്ടുന്ന കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ പറഞ്ഞു പോയത് കഴിഞ്ഞ ദിവസങ്ങളിൽ. ദേവിക്ക് ആരാണ് ലളിതാ ത്രിപുര സുന്ദരി, പ്രപഞ്ചവും നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇതെല്ലാം കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇന്നിപ്പോ നമ്മൾ അതിനെ കൂടുതലായിട്ട്, അതായത് ശ്രീചക്രവും മനുഷ്യ ശരീരവും, അതിനെക്കുറിച്ചാണ് ഇന്ന് ഒന്ന് ഓടിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും എത്ര പറഞ്ഞാലും അത് പുതിയതായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. ഇപ്പൊ ബ്രഹ്മാണ്ഡ രൂപിയായിരിക്കുന്ന ശ്രീചക്രം, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അപ്പോ മനുഷ്യ ശരീരമാകുന്ന പിണ്ഡാണ്ഡം, അപ്പൊ ബ്രഹ്മാണ്ഡത്തിന്റെ ഒരു കൊച്ചു പതിപ്പാണ് പിണ്ഡാണ്ഡം എന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു കൊച്ചു ബ്രഹ്മാണ്ഡം ആണ്. ബ്രഹ്മാണ്ഡം ഈശ്വര ദേഹമാകുമ്പോൾ പരിവർത്തനം വന്ന ഈശ്വരന്റെ, അതായത് ജീവാത്മാവിന്റെ ദേഹമാണ് നമ്മൾ പിണ്ഡാണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രഹ്മാണ്ഡ പിണ്ഡാണ്ഡ ഐക്യത്തെയാണ് നമ്മൾ ശ്രീചക്ര ഭാവനയിലേക്ക് നീളുമ്പോൾ നമ്മൾ ശ്രീചക്രമെന്നും മനുഷ്യ ശരീരം എന്നും പറയുന്നത്. അപ്പൊ അതിനൊരു ശ്ലോകം, വളരെ പ്രശസ്തമായിട്ടൊരു ശ്ലോകമുണ്ട്. അതായത് യോഗിനി ഹൃദയ തന്ത്രത്തിലാണ് അത് പറയുന്നത്. എന്താണെന്ന് നോക്കാം നമുക്ക്. ബൈന്ദവം ബ്രഹ്മരന്ധ്രം ച മസ്തകേ ച ത്രികോണകം ലലാടേ അഷ്ടാരം ചക്രം സ്യാൽ ഭ്രുവോ മധ്യേ ദശാരകം ബഹിർദശാരം കണ്ഠേ സ്യാൽ മന്വശ്ര ഹൃദയാംബുജേ കുക്ഷൗത് പ്രഥമം വൃത്തം നാഭ അഷ്ടദളാംബുജം കടൗ ദ്വിതീയ വലയം സ്വാധിഷ്ഠാനേ കലൗ ത്രയം മൂലൈ തൃതീയ വലയം ജാനുഭ്യാസ മഹീപുരേ ജംഘൈ ദ്വിതീയ ഭൂഗേഹം തൃതീയം പാദയുഗയതോ ത്രിപുര ശ്രീർമഹാചക്രം പിണ്ഡാണ്ഡ ആത്മക ഈശ്വരി യോജനാദി യോഗീന്ദ്ര ശംഭു സംഹരിർ വിധിഹി. ഇത് യോഗിനി ഹൃദയത്തിൽ പറയുന്ന ഒരെണ്ണാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ് ശ്രീചക്രം എന്നുള്ളതാണ് ഈ പറയുന്നത്. അതായത് ധ്യാനത്തിൽ ഇരിക്കുന്ന ഒരു യോഗീശ്വരന്റെ മൂലാധാരത്തിലാണ് അവസാനത്തെ വൃത്തമുള്ളത്. അതിന്റെ ചുവട്ടിലുള്ള ജാനുജംഘ പാദയുഗ്മങ്ങളിലായിട്ടാണ് ഭൂപുരത്രയം ശോഭിക്കുന്നത്. മൂലാധാരം തൊട്ട് ഉപരിയായിട്ട് ക്രമേണ സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ ഷഡാധാര സ്ഥാനങ്ങളില് ക്രമേണ വൃത്തം, ഷോഡശദളം, അഷ്ടദളം, ചതുർദശാരം, ബഹിർദശാരം, അന്തർദശാരം എന്ന ക്രമത്തില് എന്നീ ചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അതിനുപരി ലലാട മധ്യത്തിലാണ് അഷ്ടാര ചക്രത്തിന്റെ സ്ഥിതി. അവിടെയാണ് ശ്രീചക്ര ഉപാസനയിലെ നിഗൂഢ മന്ത്രമായിരിക്കുന്ന ശ്രീവിദ്യയിലെ അവസാനത്തെ ഹ്രീംകാരം ചെന്നു ചേരുന്നത്. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് ഒരു ശക്തിചലനവും ആ ശക്തിചലനത്തിന്റെ അങ്ങേ അറ്റത്ത് ബ്രഹ്മബിന്ദുവാണ് ഉള്ളത്. അപ്പൊ ഈ നാദബിന്ദുക്കളെ ഇപ്പൊ നമ്മള് കണ്ടു, നാദബിന്ദുക്കൾ എവിടെയാണെന്ന്. അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ത്രികോണം മസ്തകത്തിന്റെ ഉപരിഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിമധ്യത്തിലുള്ള ബ്രഹ്മരന്ധ്രത്തിലുമായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്, ആദ്യത്തെ ത്രികോണം. അപ്പൊ നാദപ്രകൃതിയാണ് ത്രികോണം. അപ്പൊ ബിന്ദു എന്ന് പറയുന്നത് അഭിന്നമായിരിക്കുന്ന ആ ഒരു ബ്രഹ്മാത്മകമാണ് ആ ബിന്ദു. അപ്പം ബിന്ദു എന്ന് പറയുന്നത് ശിവശക്തിയാത്മകമാണ്, നമുക്കറിയാം അല്ലെ. ഈ പൂജാ പദ്ധതിയിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിന് താഴെ ലലാട ചക്രം മുതൽ ആജ്ഞപര ചന്ദ്രമണ്ഡലമാണ്. ആ ഭാഗത്ത് അന്തർദശാര അഷ്ടാര ചക്രങ്ങളുണ്ട്. അതിന് താഴെ അനാഹതം വരെ സൂര്യമണ്ഡലം, അതിന് താഴെ മൂലാധാരം വരെ അഗ്നിമണ്ഡലം. അന്തർദശാരം മുതൽ ചതുർദശാരം വരെ സൂര്യമണ്ഡലമാണ്. അപ്പൊ ഭൂപുര ഷോഡശ ദള അഷ്ടദളങ്ങള് വന്യമണ്ഡലവുമാണ്. അപ്പൊ ഇവിടെ അങ്ങനെയാണ് നമ്മൾ പറയപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഭൂപുരത്തിന്റെ ഭാഗങ്ങളായിട്ട് കാലുകളായിട്ടാണ് പ്രസ്തുത ശ്ലോകം കൊടുത്തിട്ടുള്ളത്. കാലുകൾ എന്ന് പറയുന്ന എന്താണ്? മൂലാധാരത്തിന്റെ തുടർച്ച തന്നെയാണ്. ഇപ്പൊ ശ്രീവിദ്യാ മന്ത്രത്തിന്റെ 15 അക്ഷരങ്ങളെ 5, 6, 4 എന്നീ ക്രമത്തില് വാഗ്ഭവം എന്നത് അഗ്നിമണ്ഡലമായിട്ടും കാമരാജം എന്നത് സോമമണ്ഡലമായിട്ടുള്ള കൂടത്രയങ്ങളായിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ശ്രീവിദ്യ ഉപാസന സംബന്ധമായിരിക്കുന്ന സൂക്ഷ്മ പ്രയോഗങ്ങള്
എല്ലാം തന്നെ പരിവസ്യ രഹസ്യം എന്നുള്ള ഗ്രന്ഥത്തില് ഭാസ്കരരായർ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ശ്രീവിദ്യാ മന്ത്രം ജപിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മൂലാധാരം മുതൽ മേൽപോട്ട് അഗ്നി സൂര്യ സോമമണ്ഡലങ്ങളിൽ കൂടെ കടന്നു പോകുന്ന കുണ്ടലിനി ശക്തിയെ അനുസ്മരിച്ചാണ് എന്ന് പറയപ്പെടുന്നു. അപ്പൊ അങ്ങനെ 3 കൂടങ്ങളെയും സാധന ദേഹത്തിന്റെ അഗ്നി സൂര്യ സോമമണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന കോടി സൂര്യപ്രഭ കോടി സൂര്യ ചന്ദ്രന്മാരുടെ പ്രകാശത്തോടു കൂടിയുള്ള കുണ്ടലിനി ശക്തിയെ നമ്മൾ ഊർത്ത പ്രവാഹമായിട്ട് ധ്യാനിക്കേണ്ടതാണ്. ഇത് ഭാസ്കരരായര് പരിവസ്യ രഹസ്യത്തിൽ പറയുന്നുണ്ട്. അവസാനം എവിടെയാണ്? ലലാട മധ്യത്തില്. അവിടുന്ന് അങ്ങോട്ട് അക്ഷരമില്ല. അക്ഷരങ്ങളെല്ലാം എവിടെ തീരുന്നു? നമുക്കറിയാം, ആജ്ഞാചക്രത്തില് അക്ഷരങ്ങളെല്ലാം അവസാനിക്കുന്നുണ്ട് അല്ലെ. പിന്നെ അത് കഴിഞ്ഞ് അക്ഷരമില്ല. നാദത്തിന്റെ വിവിധ 9 തലങ്ങളാണ്. അപ്പൊ അന്ത്യമായിരിക്കുന്ന നാദം തുടർന്നൊടുവില് ബ്രഹ്മബിന്ദുവില് അവസാനിക്കും. ഓങ്കാരമായിരിക്കുന്ന പ്രണവത്തിന്റെ അകാര ഉകാര മകാരങ്ങള് മേൽപ്പറഞ്ഞ അഗ്നി സൂര്യ സോമമണ്ഡലങ്ങളെ തുടർന്നുള്ള അർത്ഥമാത്ര നാദബിന്ദുക്കളായിട്ടാണ് ഈ കൽപ്പന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മേൽപ്പറഞ്ഞ ഈ രീതിയിലുള്ള ശ്രീചക്ര ഭാവന ഇത് തന്നെ, ഈ ശ്രീചക്ര ഭാവനയെ നമ്മൾ ഇങ്ങനെ തന്നെ കാണണം. അപ്പൊ ശ്രീചക്രം പിണ്ടാണ്ടം പിണ്ടാണ്ടാത്മകമാവുമ്പോൾ കുണ്ടലിനി ശക്തി ഉണർന്ന് ഒരു സാധക ദേഹമായി തീരുന്നു എന്നർത്ഥം. നമ്മുടെ ശരീരത്തിൽ ഇത് ഉറങ്ങിക്കിടക്കുകയാണല്ലേ. അപ്പൊ ഇതിനെ ഉണർത്തുമ്പോഴാണത് എന്തായിട്ട് തീരുന്നത്? ശ്രീചക്രമായിട്ട്, അതായത് ആ ഒരു ആക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ബ്രഹ്മാണ്ടമായിട്ട് തീരുന്നു. ഇപ്പൊ നമ്മൾ അതിൽ നിന്ന് വിട്ടു വന്ന ഒരു ശക്തി അല്ലെ, ഇൻഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ വിചാരിക്കണം. അല്ല, ഇത് പ്രപഞ്ചവുമായിട്ട് ചേർന്നിരിക്കുകയാണെന്ന് അപ്പൊ നമുക്ക് മനസ്സിലാവും. പ്രപഞ്ചവും നമ്മളും തമ്മിൽ യാതൊരു ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ള സത്യം നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ഉള്ളില് അത് അനുഭവവേദ്യമാകുന്ന അർത്ഥം. അപ്പൊ ആ ദേഹത്തിൽ, അങ്ങനെ അറിയുന്ന ഒരു ദേഹത്തില് ശ്രീവിദ്യാ മന്ത്രം, അതായത് കുണ്ടലിനി ശക്തി സദാ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ശ്രീ ഗുരു പാതുക മൂർധനി ശ്രീചക്രം ഹൃദി ഭാവയൽ ശ്രീവിദ്യ യസ്യ ജിഹ്വാഗ്രേ സ സാക്ഷാൽ പരമശിവ. ശ്രീ ഗുരു പാദകങ്ങള് നമ്മുടെ ശിരസില്, മൂർധനി ശ്രീചക്രം എവിടെ? ഹൃദയത്തില്, ശ്രീവിദ്യ നാവില്. അത് നമ്മൾ ആരായിട്ട് തീരണു? സാക്ഷാൽ പരമശിവനായിട്ട് തീരുന്നു. അപ്പൊ ഈ ആചാര്യ നിർദ്ദേശത്തിന്റെ രഹസ്യം ഇതാണ്. കാരണം മൂലാധാരത്തിലുള്ള ശക്തി ഊർധ്വമായിട്ട് പ്രവഹിച്ച് ബ്രഹ്മരന്ധ്ര സ്ഥാനത്തുള്ള ശിവബിന്ദുവിനോട് സാമരസ്യം വഹിച്ചിരിക്കുന്നു. ആ സമയത്തെ അനുഭവം ശരീരത്തിലുള്ള എല്ലാ സെല്ലുകളും അത് പൊട്ടിവിടരുകയും ശക്തിപ്രവാഹം ഊർധ്വമായിട്ട് സഹസ്രാരത്തിലേക്ക് പ്രവഹിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ ദേവിയെ, അതായത് ശ്രീചക്ര പൂജയില് ആവാഹനത്തിന് ശേഷം ശ്രീദേവിയെ നമ്മൾ എന്താ ചെയ്യുന്നത്? ബിന്ദുവിലുള്ള കാമേശ്വരന്റെ മടിയിൽ ഇരിക്കുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത്. എന്നിട്ട് മറ്റുള്ള ആവരണ ദേവതകളെല്ലാം തന്നെ ദേവി സമാനമായിട്ടുള്ള ആകൃതി വേഷഭൂഷാദികളൊക്കെ ധരിച്ചുകൊണ്ട് ആ കാമേശ്വര അംഗത്തിൽ അല്ലാതെ അവരവരുടെ സ്ഥാനങ്ങളില് സ്വസ്വാമിനിക്ക് ദേവിക്ക് അഭിമുഖമായിട്ട് ഇരുന്നു കൊണ്ട് വിചാരിക്കാൻ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം എല്ലാ 108 ദേവതമാരെ നമ്മൾ അതിൽ ധ്യാനിക്കുന്നുണ്ട്. എല്ലാവരും ദേവിയെ പോലെ വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് ശ്രീചക്രത്തിന്റെ ഈ പറയുന്ന എല്ലാ ചക്രങ്ങളിലും അല്ലെ, ഈ ത്രികോണങ്ങളിലും അഷ്ടദള പത്മങ്ങളിലും ഒക്കെ ദേവിയെ അഭിമുഖമായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ബിന്ദുവിൽ എന്തൊഴിച്ചാലും ഈ ദേവിമാർക്കെല്ലാം കിട്ടുന്നു നമ്മൾ പറയാൻ കാരണം. നേരെ അത് ഒലിച്ച് താഴോട്ടാണ് അല്ലെ. അഭിഷേകങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദേവിയിലൂടെ അവർക്ക് അതാണ് ഇഷ്ടം. കാരണം ദേവിയെ പോലെ വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ദേവി തന്നെയാണ്, അമ്മയുടെ തന്നെ ശക്തിയുടെ ആ ശക്തി ദേവതകളാണ് അവരെല്ലാം എന്നർത്ഥം. അപ്പൊ അത്തരത്തിലുള്ള ഒരു യോഗീശ്വരൻ ഈശ്വര തുല്യനാകയാൽ അദ്ദേഹത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാവുകയും ചെയ്യും. കാരണം ഇങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല അല്ലെ. കാരണം നമ്മൾ ഇങ്ങനെ ഭാവന ചെയ്യണം. ഭാവന ചെയ്ത് 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 നമ്മൾ എന്താ, ഒരു യോഗി. യോഗി എന്ന് പറഞ്ഞാൽ യോഗം ചെയ്യാൻ കഴിവുള്ളവൻ എന്നർത്ഥം. ശിവശക്തി യോഗം അല്ലെ. അപ്പൊ അദ്ദേഹം ആരായിട്ട് തീരും? ഒരു യോഗീശ്വരൻ, അതായത് ഈശ്വര തുല്യനായിട്ട് തീരും. ശ്രീചക്ര പൂജയില് നമ്മുടെ ദേഹത്തിന്റെ പ്രതീകത്വം വഹിക്കുന്നത് യന്ത്രത്തില് ദേവിയെ ആവാഹിച്ച് ഈ നവചക്രങ്ങളില് അഥവാ നവ ആഭരണങ്ങളിലുള്ള പൂജയെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു അഭീഷ്ടസിദ്ധി അത് നമുക്ക് തീർച്ചയായിട്ടും സംശയം വിനാ ലഭിക്കും. ഇതിന്റെ ശാസ്ത്രീയ അടിസ്ഥാനം ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ശ്രീചക്ര പൂജയ്ക്കും ഈ ശ്രീവിദ്യ മന്ത്രത്തിനും ഒക്കെ ഇത്രയും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ജന്മഭൂമിയായിരിക്കുന്ന ഭാരത മാതാവിനെ ഒന്ന് ഓർത്തു നോക്കുകയാണെങ്കിൽ ആ മാതാവ് ഭാരതഭൂമി എന്ന് പറയുന്ന നമ്മുടെ ജനനി അല്ലെ. നമ്മള് ഇവിടത്തെ
പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ അമ്മയുടെ മക്കളാണ്. അതുകൊണ്ടാണ് പൃഥ്വി മാതാവ് എന്ന് പറയുന്നത്. അപ്പൊ ആ മാതാവ് ആധ്യാത്മിക ശക്തിയുടെ ഉണർവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് യോഗീശ്വര ദേഹത്തിൽ ഉയർന്നു പോകുന്ന ജീവൻ, ആ ജീവനെ ആ പരമാത്മാവിലേക്ക് നയിക്കുന്ന സാക്ഷാൽ പരാശക്തി തന്നെയാണ് ഭാരത ശക്തി എന്ന് പറയുന്നത്. ആ ശക്തിയുടെ ബാഹ്യരൂപമായിട്ട് പരിലസിക്കുന്നത് ശക്തി ത്രികോണ രൂപത്തില്, അതായത് ഒരു അധോമുഖ ത്രികോണ രൂപത്തില് ഭാരതവർഷം എന്ന് പറയുന്ന ഈ ഭൂമിയാണ്. കന്യാകുമാരി ആ ഒരു മുനമ്പ്, ഹിമാലയം എന്നുള്ള ആ ഒരു ഊർദ്ധ മേഖല അല്ലെ, ആ ആകൃതി എങ്ങനെയാണ് വെളിവാക്കുന്നത്? ഈ ഭാരതഭൂമിയിലെ കാമേശ്വരിയുടെ സ്ഥാനത്ത് പരിലസിക്കുന്നത് ആരാണ്? സാക്ഷാൽ കന്യാകുമാരി ദേവിയാണ്. അപ്പൊ ശിവ സാമരസ്യത്തെ പ്രാപിക്കാനായിട്ട് ഉയർന്നതായിരിക്കുന്ന, ശിവനെ വരിക്കാൻ പോകുന്ന, അതായത് സഹസ്രാര പത്മത്തിലേക്ക് മൂലാധാരത്തിൽ നിന്ന് ഉയരുന്ന സാക്ഷാൽ കുണ്ടലിനി ശക്തി അല്ലെ, ആ മനുഷ്യ ചിത്രമാണ്, ദേവിയുടെ പ്രകട രൂപമാണ് ഈ കന്യാകുമാരിയിലെ കന്യാകുമാരിയായിട്ട് നിൽക്കുന്ന ദേവി. ബാലയാണ് അവിടെ, ബാല ത്രിപുര സുന്ദരിയാണ് അവിടുത്തെ ആരാധ്യ ദേവത. ദേവി മരണമാല്യം കയ്യിൽ പിടിച്ചുകൊണ്ട് ശിവനെ കാത്തു നിൽക്കുകയാണ് അല്ലെ. അപ്പൊ അത് സഹസ്രാരം വരെ എത്തണം. ആ ഹിമാലയത്തിന്റെ മുകളിൽ കൈലാസത്തിൽ വസിക്കുന്ന കൈലാസനാഥനെ വരിക്കാൻ കാത്തു നിൽക്കുന്ന ആ ഒരു പ്രതീകം, നമ്മുടെ ഭാരതത്തിന്റെ ചിത്രം തന്നെ അങ്ങനെയാണ്. അതാണ് ഇതിന്റെ ആധ്യാത്മിക തലം എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു വജ്രേശ്വരി ദേവിയുടെ സ്ഥാനത്ത് വാസ്തവത്തിൽ വജ്രേശ്വരി എന്നൊരു പൗരാണിക ക്ഷേത്രം തന്നെ ഹിമാചൽ പ്രദേശത്തിലുണ്ട്. അതൊരു വസ്തുതയാണ്. കാരണം ഈ അടുത്ത കാലത്താണ് ഇതെല്ലാം തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് അത് മനസ്സിലായത്. ഭഗമാലിനിയുടെ ക്ഷേത്രമുണ്ട്. ഭഗമാലിനിയുടെ പ്രത്യക്ഷ രൂപം, യോഗിനി രൂപമായിട്ട് ദേവി ആരാധിക്കുന്ന കാമാഖ്യ അല്ലെ, ആസാമിലെ ഗോഹട്ടിയില്. ഭഗം എന്ന് പറഞ്ഞാൽ യോനി, അതാണ് അതിന്റെ അർത്ഥം. അവിടെ ഭാരതഭൂമിയുടെ 3 കോണുകളും അനാദികാലം തൊട്ട് പ്രതിഷ്ഠിതങ്ങളായിരിക്കുന്ന ഈ 3 ദേവി പീഠങ്ങള്, അതായത് ശ്രീചക്ര മധ്യവർത്തിയായിരിക്കുന്ന ഈ ത്രികോണാന്തർഗതമായിട്ടുള്ള 3 ശക്തി വിശേഷങ്ങളെയും അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ഈ കാമാഖ്യ എന്ന് പറയുന്ന ക്ഷേത്രം. വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണിത്. ഭൂമണ്ഡലത്തിന്റെ ഏതാണ്ട് മധ്യവർത്തി തന്നെയാണ് ഭാരതവർഷം എന്ന് പറയുന്നത്. ആധ്യാത്മിക ശക്തിയുടെ നാട് ഇതാണ്. ഓരോ കാലത്തും ലോകത്തിൽ ഉളവായ ആധ്യാത്മിക പ്രവാഹങ്ങളുടെ ഉത്ഭവ സ്ഥാനം വാസ്തവത്തില് ഭാരതഭൂമി തന്നെയാണ്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഈ രഹസ്യമാണ് പ്രതീകാത്മകമായിട്ട് അദ്ദേഹം ഭാരത മാതാവ് എന്നുള്ള സങ്കല്പം പറയുമ്പോൾ ഈ ത്രികോണ ആകൃതിയിലുള്ള ഭൂമിയുടെ ആത്മാവാണ്. മൂലാധാരത്തിലും ഹൃദയപത്മത്തിലും സഹസ്രാരത്തിലും വിചാരിക്കുന്ന ദേവി പീഠങ്ങള് ഒരു ത്രികോണാത്മികയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ശ്രീചക്രത്തിലെ ഈ ത്രികോണം എന്ന് പറയുന്നത് മനുഷ്യ ദേഹ കൽപ്പനയിലെ മസ്തകത്തിൽ ആണെന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ. അതായത് സഹസ്രാര പത്മ മധ്യത്തിലുള്ള ആ ഒരു ഇന്ദുമണ്ഡലം, ചന്ദ്രമണ്ഡലം, അവിടെ ഈ ത്രികോണത്തിന്റെ രേഖകളിലായിട്ട് 15 തിഥിനിത്യ ദേവതയെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. അപ്പൊ സ്വരാക്ഷരങ്ങള് 15 ഈ നിത്യകളുടെ 16ാമത്തെ വിസർഗത്തില് ലളിത എന്ന് പറയുന്ന മഹാനിത്യ, ആ ദേവിയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഈ 16 സ്വരാക്ഷരങ്ങളാണല്ലോ ചന്ദ്രമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. ഈ 16 അക്ഷരങ്ങളോടും ചേരുന്ന നിത്യാദേവികള് തിഥികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രഥമ മുതൽ പൗർണമി വരെയുള്ള 15, പിന്നെ ആമാകല ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന ആമാവാസി, അത് 16ാമത്തേത്. അങ്ങനെയാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്, 16ാമത്തെ കല. അപ്പോ 16 കലകള് ചന്ദ്രന്റെ 16 കലകളാണിത്. അപ്പൊ ഇല്ലായ്മ മുതൽ പൂർണ്ണത വരെയുള്ള 15 ഖണ്ഡങ്ങളായിട്ട് ഭൂമിയിൽ മനുഷ്യരായ നമുക്ക് ചന്ദ്രനെ അനുഭവപ്പെടുന്നത്. അപ്പൊ മനുഷ്യ മനസ്സ് എന്ന് പറഞ്ഞാൽ കാലാനുവർത്തിയാണ്. അപ്പൊ കാലം എന്ന സങ്കല്പത്തെ മാറ്റിവെച്ചാൽ ഏതാണ്ട് മനസ്സിനെ നമുക്ക് അതിക്രമിക്കാം. ഈ കാലം മനുഷ്യന് അനുഭവപ്പെടുന്നത് സൂര്യചന്ദ്രന്മാരുടെ ചലനത്തിൽ നിന്നാണ്. അപ്പൊ സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങളുടെ 16 ചേതനകളാണ് ഈ തിഥികൾ എന്ന് പറയുന്നത്. ഏതൊരു ജ്യോതിഷ വിദ്യാർത്ഥിക്കും ഇത് അറിയാം. നമ്മൾ ജ്യോതിഷത്തെ കുറിച്ച് കുറച്ച് മനസ്സിലാക്കണമെങ്കിൽ ഈ തിഥികളെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. ചന്ദ്രനും സൂര്യനും കൂടി ഒരുമിച്ച് നിൽക്കുന്ന അമാവാസിയില് അവർക്ക് തമ്മിൽ ഒട്ടും ദൂരമില്ല അല്ലെ. അന്ന് തൊട്ടാണ് നമ്മൾ പ്രഥമ, ദ്വിതീയ എന്ന ദിവസങ്ങള് ദൂരം കൂടി വരുന്നു. ചന്ദ്രബിംബത്തിന്റെ പൂർണ്ണത ക്രമേണ കൂടി വരുന്നത് നമുക്ക് കാണാം. അപ്പൊ പൗർണമി ദിവസം എന്താണ്? പൗർണമി ചന്ദ്രനാണ് നമുക്ക് ദൃശ്യമാകുന്നത്. അവിടുന്ന് അങ്ങോട്ട് 15 ദിവസങ്ങളിലായിട്ട് ഈ കലകൾ കുറഞ്ഞു ഒടുവിലെ ചന്ദ്രബിംബം ഇല്ലാതായിട്ട് തീരണം. അപ്പൊ ദൃശ്യങ്ങള്
ദൃശ്യമല്ലാത്ത ആമാവാസിയിൽ എത്തിച്ചേരുന്നു. ഈ കാലപരിണാമ ചക്രമാണ് നമ്മളെ മനോമണ്ഡലത്തിന്റെ കേന്ദ്രവർത്തിയായിട്ട് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മൾ പറയാറുണ്ട് ഈ തിഥിനിത്യ ദേവതകൾ ഈ 15 അക്ഷരങ്ങളും ശ്രീവിദ്യാ മന്ത്രത്തിന്റെ 15 അക്ഷരങ്ങളായിട്ട് പറയാറുണ്ട്. ഈ ത്രികോണ രേഖകള് അഗ്നി സൂര്യ സോമമണ്ഡലങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. ഈ 3 ഖണ്ഡങ്ങളെയാണ് മൂലാധാരം മുതൽ അനാഹതം വരെയും അവിടുന്ന് അങ്ങോട്ട് ആജ്ഞ വരെയും അവിടുന്ന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ കണ്ടത്. ഈ കുണ്ടലിനി കുണ്ടലിനി സുഷുമ്നയിലായിട്ട് സുഷുമ്നയില് 15 ബിന്ദുക്കളെ കൽപ്പിച്ചാല് അവ തിഥികൾ തന്നെയായിരിക്കും. എങ്ങനെയാ ഈ കുണ്ടലിനി ഉയരുന്നത്? സുഷുമ്ന നാഡിയിൽ കൂടെയാണ് അല്ലെ. അതിനകത്തുള്ള 15 ബിന്ദുക്കളായിട്ട് നമുക്ക് ഈ തിഥി നിത്യ ദേവതകളെ കാണാം. 15 ബിന്ദുക്കളായിട്ട്. അപ്പൊ ചന്ദ്രസ്വരൂപമായിരിക്കുന്ന അമൃതകലയും അതിന്റെ വിപരീതമായിരിക്കുന്ന വിഷകലയും ഓരോ തിഥികൾ തോറും ഈ ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നുണ്ട്. കാരണം ഇതൊക്കെ വിഷവൈദ്യക്കാര് എന്താ പറയാ കാമശാസ്ത്രമൊക്കെ പറയുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഒരുപാട് അന്തർലീന തത്വങ്ങളുണ്ട്. വിഷകല ആ ദിവസം തിഥി എന്ന സ്ഥലത്ത് അന്ന് സർപ്പദംശനമേറ്റാൽ മരണം സുനിശ്ചിതം എന്നൊക്കെ പറയാറുണ്ട്. ചില ദിവസങ്ങൾ മരണകാരണമാകും സർപ്പത്തിന്റെ വിഷം ഏറ്റാല്. അതുപോലെ അമൃതകല സഞ്ചരിക്കുന്ന ദേഹഭാഗത്ത് കടിയേറ്റ വിഷബാധ വളരെ കുറയും. ഇതൊക്കെ പ്രയോഗവിധിയിൽ ഒരുപാട് പേര് കണ്ടെത്തി വിഷവൈദ്യന്മാര് പറയാറുള്ള കാര്യങ്ങളാണ്. അപ്പോ ഈ സഹസ്രാര അന്തർഗതമായിരിക്കുന്ന ത്രികോണം ഒന്ന് നിവർത്തി പിടിച്ചാല് നിവർത്തി വെച്ചാൽ അത് മൂലാധാരം മുതലുള്ള ഒരു നേർ രേഖയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് 4th ഡയമെൻഷൻ അല്ലെ, ചതുർത്ഥമാനം. അതായത് നമ്മൾ ത്രിമാനമായിട്ടാണ് കാണുന്നത്, 3 ഡയമെൻഷൻ. അപ്പൊ ഈ 4th ഡയമെൻഷൻ ആ ഒരു ആപേക്ഷിക സിദ്ധാന്തം അനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആ ഒരു റിലേറ്റിവിറ്റി തിയറി, അതായത് ത്രിമാന രൂപിയാകുന്ന നമ്മുടെ പ്രപഞ്ചത്തെയും മനുഷ്യ ശരീരത്തെയും പുനർവിഭാവനം ചെയ്യണമെങ്കിൽ മാത്രം ഏതാണ്ട് വെളിവാകുന്ന തത്വമാണിത്. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. കാരണം എന്താണ്, ഇത് നമ്മൾ എന്താ പറയുക ടൈം എന്ന് പറയുന്ന ഒരു സമയത്തെയാണ് നമ്മളിവിടെ ഈ പറയുന്ന ആപേക്ഷിക സിദ്ധാന്ത ഐൻസ്റ്റീൻ പറയുന്നത്. ആപേക്ഷിക സിദ്ധാന്ത കർത്താവാരാണ്? ഐൻസ്റ്റീൻ ആണല്ലേ. അദ്ദേഹമാണ് ഈ 4th ഡയമെൻഷൻ കണക്കാക്കി പിന്നെ പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിനു മുമ്പേ തന്നെ നമുക്കറിയാം ഈ 7th 6th ഡയമെൻഷൻ വരെ, 7ാമത്തെ തലം വരെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോ ആ ഒരു കാമേശ്വര്യാദികളായിരിക്കുന്ന നിത്യകളെ ആരാധിക്കുന്നത് ആവരണ പൂജ, അതായത് ഭൂപുരം തൊട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ്. നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് ശ്രീചക്ര പൂജ ചെയ്യുന്നത്? അത് നമുക്ക് ജസ്റ്റ് ഇതിന്റെ കൂടെ ഒന്ന് കണ്ടുപോകാം. കാരണം നിത്യാർച്ചന കഴിഞ്ഞാൽ ഉടനെ പൂജിക്കേണ്ടത് ആരെയാണ്? നമ്മള് ദിവ്യൗക്ക സിദ്ധൗക്ക മാനൗക്കങ്ങളിലായിട്ട് പരന്നു കിടക്കുന്ന ഗുരുമണ്ഡലം. ഈ ഗുരുമണ്ഡല പൂജയുടെ അവസാന ബിന്ദു സ്വന്തം ഗുരുനാഥൻ തന്നെയാണ്. അപ്പൊ ഈ ഗുരുമണ്ഡലത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ നവാവരണ പൂജയ്ക്ക് തൊട്ട് മുമ്പ് ഈ മധ്യ ത്രികോണത്തിന്റെ ആ ഒരു ഊർധ്വരേഖയുടെ, അതായത് കിഴക്കായി 3 രേഖകള്, ആ ഒരു തിരിയക് രേഖകളിലായിട്ടാണ് നമ്മൾ ഗുരുമണ്ഡലത്തെ ആരാധിക്കുന്നത്. അപ്പൊ ഈ ത്രികോണത്തിന്റെ നമുക്ക് അഭിമുഖമായിട്ട് തിരിഞ്ഞിരിക്കുന്ന അഗ്രത്തെ മേൽപ്പറഞ്ഞ ദേവി ദേഹത്തിന്റെ അടിഭാഗത്തായിട്ട് കാണണം. അതിന്റെ ശിരോഭാഗം എന്ന് പറയുന്നത് ആ ഒരു ത്രികോണത്തിന്റെ എന്താ പറയാ ആ മുകളിലുള്ള രേഖയ്ക്ക് അനുബന്ധിച്ചായിരിക്കും. അപ്പൊ നമ്മുടെ ഭാരതവർഷത്തിലെ കൈലാസം ഉൾപ്പെട്ട ആ ഒരു ഹിമവത് ഖണ്ഡത്തിലാണ് മഹർഷിമാരും സിദ്ധപുരുഷന്മാരും ഇന്നും വിരാജിക്കുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതും അതുമായിട്ട് വളരെയധികം സാമ്യമുണ്ട് ഇല്ലേ. നിത്യകളുടെ അർച്ചന, ഗുരുമണ്ഡല അർച്ചനയൊക്കെ കഴിഞ്ഞ് സാധാരണഗതിയിൽ ഭൂപുരം മുതൽ ഉള്ളിലോട്ട്, അതായത് മേരു ചക്രത്തിൽ ഉപരിയായിട്ട് ആവരണ ചക്രങ്ങളെ, പിന്നീട് അത് ആവരണ ദേവതകളെ പൂജിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ദേവി ദേഹമായി കരുതുന്ന ത്രികോണത്തിൽ നമ്മൾ അങ്ങനെ പൂജിച്ച് പടിപ്പടിയായിട്ട് എത്തിച്ചേരും. 8ാമത്തെ ആവരണം അല്ലെ. ഇത് കഴിഞ്ഞാൽ എന്താ? പിന്നെ ബിന്ദു. ആ ബിന്ദുവാഭിന്നമായിരിക്കുന്ന പരബ്രഹ്മമാത്മകമായിരിക്കുന്ന ആ ഒരു നവമ ആവരണം, അവിടെ എത്താണ് നമ്മൾ. അപ്പോ ത്രികോണ മധ്യസ്ഥമായിരിക്കുന്ന ഈ സ്ഥാനം എന്ന് പറയുന്നതാണ് ദേവി ദേഹത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് നമ്മൾ പറയുന്ന മേരു അല്ലെ. മേരു സ്ഥാനം, മേരു ബിന്ദു. ശ്രീചക്രത്തില് ഇത് വ്യക്തമായി ത്രികോണത്തിന് ഉപരിയായിട്ടിരിക്കുന്ന ബിന്ദു, അല്ലെങ്കിൽ ശിവ ബിന്ദു, അല്ലെങ്കിൽ ശിവശക്തി സാമരസ്യ ബിന്ദു. അവിടെയാണ് കാമേശ്വര അംഗസ്ഥയായിട്ടിരിക്കുന്ന കാമേശ്വരി, അല്ലെങ്കിൽ സാക്ഷാൽ ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയായിരിക്കുന്ന രാജരാജേശ്വരി വിരാജിക്കുന്നത്. അങ്ങനെ നമ്മൾ ഭൂപുരം തൊട്ട് ബിന്ദു വരെ 9 ആവരണങ്ങളിലാണ് ആ ഒരു സംഖ്യ നമ്മള്
ഈ തിഥിനിത്യ ദേവതകൾ മാത്രമല്ല, ആവരണ ദേവതകളെ എല്ലാം പൂജിക്കുന്നത്. ഈ ദേവതകളെ നമ്മൾ ആവരണം ചെയ്യപ്പെട്ട് ഇരിക്കുന്നതാണ് ദേവിയുടെ ആത്മശക്തി എന്ന് പറയുന്നത്. ഈ ആവരണങ്ങൾ ചേർന്നാൽ എന്തായി? ദേവി ദേഹമായി. അതുകൊണ്ടാണ് ശ്രീചക്രം ശിവയോർ വപു എന്ന് പറയും. ദേവി ശിവന്റെയും ശക്തിയുടെയും ശരീരമാണത്. അപ്പൊ അത് തന്നെ ബ്രഹ്മാണ്ട പിണ്ടാണ്ടങ്ങളാണ്. അത് തന്നെയാണ് ശ്രീചക്രം. അപ്പൊ അങ്ങനെ 98 ദേവതകളെ നമ്മൾ ആവരണ ദേവതകളായിട്ട് ശ്രീചക്രത്തിൽ പൂജിക്കുന്നുണ്ട്. കൂടാതെ ഷോഡശ നിത്യകളെയും കൂട്ടിച്ചേർത്താല് ആ 96 + 16 114 ദേവതകളുണ്ട്. അപ്പൊ ഇതിനു മുമ്പേ മന്ത്രത്തിന്റെ അംഗങ്ങളായിരിക്കുന്ന ഹൃദയ, ശിര, ശിഖ, കവച, നേത്ര, അസ്ത്ര ദേവികള് അല്ലെ, അതിനാണ് ഷഡംഗ ദേവതകൾ എന്ന് പറയുന്നത്. ദേവീ രൂപേണ അവരെയും നമ്മൾ പൂജിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഗുരുമണ്ഡല അന്തർഗതമായിരിക്കുന്ന ഗുരുപരമ്പരയ്ക്ക് പുറമെ ഇത്രയും ദേവതകളെ, അതായത് ഏകദേശം 120 ദേവതകളെയാണ് നമ്മൾ ശ്രീചക്ര പൂജയിൽ അർച്ചിക്കേണ്ടത്. അപ്പൊ അങ്ങനെ അതിന് മുമ്പായിട്ട് നമ്മൾ ലളിതാ ദേവിയെ പരാഭട്ടാരികയായിട്ട് അർച്ചിക്കുന്നു. ആ ഒരു ലയാംഗ പൂജയ്ക്കായിട്ട് നമ്മൾ കരുതി വരുന്നുണ്ട്. കാരണം അങ്ങനെ ആകെ 121 അർച്ചനകള് ശ്രീചക്രത്തിലെ സമ്പൂർണ്ണ പൂജയിൽ വരുന്നതാണ്. പിന്നെ ആ ഒരു എന്താ പറയാ, നമ്മള് തന്ത്രത്തില് കുറച്ചുകൂടെ ഉപരിതലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൂജിക്കുക മാത്രമല്ല, അത് അർപ്പിക്കുക കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് പ്രത്യേകം ഒരു അർഘ്യപാത്രത്തില്, അതായത് സഹസ്രാര പത്മത്തില് ആ നിറഞ്ഞു നിൽക്കുന്ന അമൃതിനെ പ്രതിനിധീകരിക്കുകയാണ്. ആ വിശേഷ അർഘ്യത്തെ നമ്മൾ ഉണ്ടാക്കണം. പൂജ എന്നത് സാധകനിൽ നിന്ന് ദേവിയിലേക്ക് പോകുന്ന, അതായത് സൂര്യനാഡിയിലൂടെ ചലനമാണെങ്കിൽ തർപ്പണം എന്നത് ദേവിയിൽ നിന്ന് സാധകനിലേക്ക് ഒഴുകി വരുന്ന, അതായത് ചന്ദ്രനാഡിയുടെ അമൃത പ്രവാഹമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് പൂജിക്കേണ്ടത് സൂര്യനാഡിയായിട്ട് വരുന്ന വലതു ഭാഗത്ത് വിരാജിക്കുന്ന പിങ്കള നാഡിയുമായിട്ട് ബന്ധപ്പെട്ട വലത് കരം. തർപ്പണം ചെയ്യേണ്ടത് ചന്ദ്രനാഡിയുമായിട്ട് ഇടതുവശത്തിരിക്കുന്ന ഇടാനാഡിയുമായിട്ട് ബന്ധപ്പെട്ട ഇടത് കരം. ഇതാണ് ഈ വിശേഷ പൂജ. ഇങ്ങനെ പൂജ ചെയ്യുമ്പോഴാണ് നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ബിന്ദു തർപ്പണ സന്തുഷ്ടായേ നമ അല്ലെ, ലളിത സഹസ്രനാമത്തിൽ ഈ നാമം ഇതാണ് പറയുന്നത്. അങ്ങനെ ബിന്ദുവിൽ തന്നെ ചില സമ്പ്രദായങ്ങളിൽ പഞ്ചപഞ്ചിക, പഞ്ചകോശാംബ, പഞ്ചകൽപ്പലത, പഞ്ചകാമദുഃഖ, പഞ്ചരത്നാംബ, ഇങ്ങനെ 5ന്റെ കെട്ടുകളായിട്ട് 5 ദേവത ആ ഒരു സമഷ്ടികളെ നമ്മൾ പൂജിക്കാറുണ്ട്. അവിടെ തന്നെ എന്താ പറയാ, ശിവ, വൈഷ്ണവ, സൗര, ശാക്തേയങ്ങളായിരിക്കുന്ന എല്ലാ മുഖ്യ സമ്പ്രദായങ്ങളും പുരസ്കരിച്ച് താര, ഗായത്രി, രുദ്രൻ, സൂര്യൻ, വിഷ്ണു, ഭുവനേശ്വരി, ഇങ്ങനെ 6 ദേവതകളെയും പൂജിക്കുന്നുണ്ട്. ശ്രീചക്രത്തിൽ പൂജിക്കാത്ത ദേവതമാരൊന്നുമില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ഏകം സത് വിപ്ര ബഹുദാ വദന്തി, ആ വൈദിക മന്ത്രം ഇവിടെ വളരെയധികം പ്രാവർത്തികമാകുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ദേവിയെ നമ്മൾ ആവാഹിച്ചിരുത്തി കഴിഞ്ഞാൽ ആവരണ പൂജയ്ക്ക് മുമ്പായിട്ട് എല്ലാവരെയും പൂജിക്കണം. അതായത് നിര്യതി കോണില് ഗണപതി, വായുകോണില് സൂര്യൻ, അഗ്നികോണില് വിഷ്ണു, ഈശാന കോണില് ശിവനെയും പൂജിക്കണം. അത് നിർബന്ധമായിട്ടും ചെയ്യണം. നമ്മുടെ എല്ലാ മേരുവിലും അതിന്റെ ചിഹ്നങ്ങളുണ്ട് അല്ലെ. മധ്യത്തിലുള്ള ശ്രീചക്രത്തില് നമ്മള് എന്താ പറയാ, ദേവിയെ പൂജിക്കണം. ആ 4 മൂർത്തികളെ പൂജിച്ചില്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഫലപ്രാപ്തി ഉണ്ടാവില്ല എന്ന് പറയണം. അതുകൊണ്ടാണ് ഈ 4 പേരും, ഇതിനെയാണ് പഞ്ചായതന പൂജ എന്ന് പറയുന്നത്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഇത് മാത്രമാണ്, ഈ 5 5 ശക്തികളെയാണ് നമ്മൾ പൂജിച്ചിരുന്നത്. അപ്പോ എന്താ പറയുക, ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശ്രീചക്ര ആരാധന. ഒരു ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. കാരണം ഇനി ആംനായ ക്രമങ്ങൾ, അതൊക്കെ ഈ പറഞ്ഞ പോലെ ശ്രീചക്രത്തിൽ പൂർണ്ണമായിട്ട് എന്താ പറയാ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഈ ആംനായ ക്രമങ്ങളല്ല. ആംനായ എന്ന് പറഞ്ഞാൽ 6 ഡോസ്, 6 വാതിലുകൾ. എല്ലാ മന്ത്രങ്ങളെയും ഈ പറഞ്ഞ ആംനായങ്ങളിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോ ആ ആംനായത്തെ കുറിച്ചൊന്നും നമ്മളിപ്പോ ഇതിനകത്ത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ ശ്രീവിദ്യ ദീക്ഷ എടുത്തവർക്ക് മാത്രം അറിയേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യമാണ്, ശ്രീചക്രത്തില് സമഷ്ടി രൂപമായിട്ട് എല്ലാ ബിന്ദുക്കളും എന്താ പറയുക, നമ്മൾ ഊർധ്വ ബിന്ദു അല്ലെങ്കിൽ അധോ ബിന്ദുക്കള് ഇതെല്ലാം ചേർന്നിട്ട് ഒരു സമഷ്ടിയാണ് നമ്മുടെ ശ്രീചക്രം അല്ലെ. അപ്പൊ ഈ 4 ആംനായങ്ങളും ചേർന്ന്, ആംനായം എന്ന് പറഞ്ഞാൽ വഴികള് അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ മന്ത്രങ്ങളെല്ലാം വച്ചിരിക്കുന്ന സ്ഥലങ്ങള് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോ ഈ 6 ആംനായങ്ങളും എന്താ പറയാ, അതിനകത്ത് ഒരുപാട് ദേവതകള്, എത്ര നമുക്ക് എന്താ പറയാ അതിന്റെ ഒരു എണ്ണം പറയുന്നുണ്ട്. അത്രയും ഒരുപാട് ദേവതമാരാണ് അവിടെ ഉള്ളത്. കാരണം പീഠപൂജ ചെയ്യുമ്പോൾ
നമ്മൾ ഈ ദേവതകളെ എല്ലാം, അതാണ് ശ്രീചക്രം പൂജിച്ച സമഷ്ടിയായിരിക്കുന്ന ബ്രഹ്മാണ്ടത്തെ പൂജിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഈ എല്ലാ ആമ്നായങ്ങളിലെ ദേവതമാരെയും കൂടി ചേർത്തിട്ട് നമ്മൾ ശ്രീനാഥാദി ഗുരുത്രയം, ഗണപതിയും പീഠത്രയം ഭൈരവം, സിദ്ധൗകം വടുകത്രയം പദയുഗം ദൂതീക്രമം മണ്ഡലം, വീര്യാദഷ്ടി ചതുഷ്ക ഷഷ്ടി നവകം വീരാവലി പഞ്ചകം ശ്രീമന്മാലിനി മന്ത്രരാജസഹിതം വന്ദേ ഗുരോർ മണ്ഡലം എന്ന് പറഞ്ഞ് ഈ 6 ആമ്നായ ദേവതകളെയും കൂടെ ചേർത്തിട്ട് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ശ്രീചക്ര ഉപാസകരും ഇത് ദിവസം പറയണം. അപ്പൊ 6 ആമ്നായത്തിലെയും ദേവതകളെല്ലാം ഇതിനകത്ത് വന്നു. അപ്പൊ ഇതിനകത്ത് ശ്രീനാഥാദി ഗുരുത്രയം, ഗണപതിയും പീഠത്രയം എന്ന് പറഞ്ഞാൽ പൂർവാമ്നായം, ഭൈരവം, സിദ്ധൗകം, വടുകത്രയം പദയുഗം എന്നൊരു ദക്ഷിണാമ്നായം, ദൂതീക്രമം മണ്ഡലം, വീര്യാധ്യഷ്ട ചതുഷ്ക ഷഷ്ടികൾ എന്ന് പറഞ്ഞാൽ പശ്ചിമാമ്നായം, നവകം നവമുദ്രകള് വീരാവലി പഞ്ചകം ഉത്തരാമ്നായം, ഗുരുമണ്ഡലം വിശേഷിച്ച മഹാപാതുക മന്ത്രം അനുത്തരാമ്നായം. അങ്ങനെ വ്യത്യസ്ത മന്ത്രദേവതകള് ഈ ആമ്നായ പൂജയില് ദേവതാ സമഷ്ടിയെ കുറിച്ച് ഈ വാചകത്തിൽ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ശ്ലോകത്തില് പൂർവാമ്നായത്തില് എത്രയാണ്? 24,000 ദേവതകളെയാണ് നമ്മൾ പൂജിക്കുന്നത്. ദക്ഷിണാമ്നായത്തില് 30,000, പശ്ചിമാമ്നായത്തില് 2,000, ഉത്തരാമ്നായത്തില് 2,000, ഊർധ്വാമ്നായത്തില് 80,000. അപ്പൊ ഇത്രയും ദേവതകളെയാണ് അതിനകത്ത് വെക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, ശ്രീചക്രം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ സമ്പൂർണമായിരിക്കുന്ന ഒരു എന്താ പറയുക, ജോമെട്രിക്കൽ ഫോമാണ്. അപ്പോ ഈ അനുത്തരാമ്നായത്തിന് 14 മൂലവിദ്യകൾ ഉണ്ടെന്നാ പറയുന്നത്. ഇതെല്ലാം കൂടെ, അതായത് ശാസ്ത്ര ഗ്രന്ഥങ്ങളില് ഇതിനെക്കുറിച്ച് എല്ലാം കൂടെ പറയുന്ന ഒരു ഗ്രന്ഥവും നമ്മൾ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ ശ്രീചക്രം പൂജിക്കുമ്പോൾ ഇതെല്ലാം തന്നെ ഇതിനകത്ത് വരുന്നു. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം എന്താണ്? പീഠപൂജയാണ്. കാരണം നമ്മളിപ്പോ ഈ 16 ഉപചാരങ്ങൾ കൊടുത്തപ്പോ പീഠങ്ങളെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു അല്ലെ? മന്ദാര പുഷ്പ വാടിക, കദംബവനം, ഇതൊക്കെ കണ്ടു. അവിടെയാണ് നമ്മൾ ശ്രീചക്രത്തിലെ ആദ്യം നമ്മൾ പീഠപൂജ കൊടുക്കും. ഭയങ്കര മഹാത്മ്യമായ, വളരെ ഉയർന്ന മഹാത്മ്യമാർന്ന ശ്രീചക്രത്തിലെ ദേവിയുടെ പീഠപൂജ വളരെ രസകരമാണ്. കാരണം ഇത് ചില രഹസ്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഈ പൂജ മന്ത്രങ്ങള് 44 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ അമൃത സമുദ്രത്തിന് മധ്യേ ഇരിക്കുന്ന ദേവി എന്നൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞു അല്ലെ? രത്നദീപായ നമ, നാനാവൃക്ഷ മഹോദ്യാനായ നമ, അല്ലെ? കൽപ്പക വൃക്ഷ സന്താനം, ഹരിചന്ദന വാടിക, ഇതൊക്കെ എന്താ? ഒരു മഹാരാജ്ഞിയുടെ കൊട്ടാരത്തിലെ വർണ്ണനകളാണ് എന്ന് തോന്നിക്കുന്ന ഈ പീഠപൂജയിലെ ആദ്യത്തെ മന്ത്രം തന്നെ എന്താണ്? അമൃതക്കടലിന്റെയാണ്. അതാണ് നമ്മൾ സാധാരണ ത്രിപുര സുന്ദരിയുടെ ഏത് എന്താ പറയാ ശ്ലോകങ്ങൾ എടുത്താലും അവിടെ അമൃതക്കടലിന്റെ സുധാബ്ദി സിന്ദൂർ മധ്യേ. എന്താ അതിന് കാരണം? ഈ പീഠപൂജയിൽ ഇത് പറയുന്നുണ്ട്. കാരണം അമൃതക്കടലിന്റെ നടുവിലിരിക്കുന്നവളെ, അതിനുള്ളിൽ രത്നദ്വീപില് നാനാവൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു പൂങ്കാവനമുണ്ട്. അപ്പോ കൽപ്പകാദി വൃക്ഷങ്ങളുടെ പേരുകൾ പോലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഉദ്യാനത്തിന്റെ നടുവില് നവരത്ന നിർമ്മിതമായിട്ടുള്ള 9 മതിൽക്കെട്ടുകളുണ്ട്. അതില് അമൃത, ആനന്ദ, വിമർശ കുളങ്ങൾ വിരാജിക്കുന്നു. സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം കടന്നു വരുന്ന വാതായനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ അതിനുള്ളില് ആ ഒരു മഹാശൃംഗാര പരിഖയില് മഹാപത്മ വനമുണ്ട്. അതിനുള്ളിലാണ് ചിന്താമണി ഗ്രഹം എന്ന് പറയുന്നു. അതിന്റെ 4 ദ്വാരങ്ങളില് ചതുരാമ്നായ ദേവതകൾ ദേവിയെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ളിൽ രത്നദീപങ്ങൾ നിറഞ്ഞ ഒരു മണിമയ സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിന്റെ 4 കാലുകള് ബ്രഹ്മ, വിഷ്ണു, രുദ്ര ഈശ്വരന്മാരാണ്. കട്ടിൽ പലകയായിട്ട് സദാശിവനാണ്. അപ്പൊ ദേവിയുടെ പീഠപൂജയിൽ ഇതെല്ലാം ഏത് ശ്രീചക്ര, ഇനി ഏത് എന്താ പറയാ സമ്പ്രദായത്തിലുള്ളതാണെങ്കിലും ഇതെല്ലാം പീഠപൂജ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എവിടെയാണ് അമ്മ ഇരിക്കുന്നത്? ബ്രഹ്മ, വിഷ്ണു, രുദ്രന്മാർക്ക് പുറമെ ഇവരുടെ സമഷ്ടിയായിരിക്കുന്ന ഈശ്വര സങ്കല്പം. ശാക്തേയ സമ്പ്രദായത്തില് വളരെ പ്രസിദ്ധാണിത്. അപ്പൊ ഈശ്വരനില് പ്രപഞ്ചം മുഴുവനും എന്താ പറയാ തിരോധാനം ചെയ്യുന്നു. അപ്പൊ ആ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ തിരോധാനം, പഞ്ചകൃത്യങ്ങളിൽ തിരോധാനമാണ് അല്ലെ? ഈ ഈശ്വരന്റെയും സൃഷ്ടികർത്താവാണ് സദാശിവൻ. അപ്പൊ അതിന്റെ ധർമ്മം പ്രപഞ്ച സൃഷ്ടിയുടെ മൂലശക്തിയെ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ അനുഗ്രഹം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ സൃഷ്ടി, സ്ഥിതി, സംഹാര, തിരോധാന, അനുഗ്രഹങ്ങളുടെ കർത്താവായിരിക്കുന്ന ഈ 5 മൂർത്തികളെ പറ്റി ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഈ സദാശിവനാകുന്ന മഞ്ച പലകയുടെ മേളില് അരയന്നത്തിന്റെ തൂവൽ കൊണ്ട് നിർമ്മിച്ച കിടക്കയുടെ ഉപരിയായിട്ടാണ് മഹാദേവി വിരാജിക്കുന്നത്. ഈ കട്ടിലില് കാമേശ്വരനുമായിട്ട് സമാഗമം ഉണ്ടാവുകയാണ്. അതിനിഗൂഢമായിരിക്കുന്ന ആ സമാഗമത്തെ
ആ മഹാമായ എന്ന് പറയുന്ന യവനിക അഥവാ തിരശീല സാധാരണക്കാരിൽ നിന്ന് എന്താ പറയാ മറച്ചിരിക്കുകയാണ്. സാധാരണക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. മന്ത്രദീക്ഷ എടുത്ത് അമ്മയെ ഉപാസിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ, ഇല്ലേ? അപ്പൊ അതീവ സുന്ദരമായിട്ട് ഇങ്ങനെ പറയപ്പെട്ട പദാവലികൾ അതിന്റെ വാച്യാർത്ഥമല്ല. അത് നമുക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കും. ഇതിനൊക്കെ ഒരുപാട് തത്വങ്ങളുണ്ട്, തത്വാർത്ഥങ്ങളുണ്ട്. എല്ലാം നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും എന്താ പറയാ, ഈ അമൃതാംബോ നിധി ഇല്ലെങ്കിൽ അമൃത സമുദ്രമാണ് എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ചന്ദ്രമണ്ഡലം, അതായത് നമ്മുടെ മനോമണ്ഡലം. അപ്പൊ അതിന്റെ നടുക്കുള്ള ദ്വീപില് കൽപ്പകാദി വൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു മഹോദ്യാനമുണ്ട്. കൽപ്പക വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാല് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തി വരുന്ന ദേവലോകത്തില് ഉള്ള ഒരു വൃക്ഷമാണ്, അല്ലേ അത്? അപ്പൊ മനസ്സിന്റെ ഏത് കാമനകളും സങ്കല്പ രൂപത്തിൽ ആ തലത്തില് സാധിത പ്രായമാകുന്നുണ്ടെന്ന് അനുഭവ സിദ്ധമാകയാല് മനസ്സ് എന്ന് പറയുന്ന കൽപ്പവൃക്ഷം അങ്ങനെ എടുക്കണം നമ്മള്. അല്ലാതെ ഈ നമ്മൾ വാച്യാർത്ഥം മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലത്. അങ്ങനെ വൃക്ഷങ്ങൾ നിറഞ്ഞ ഈ ഉദ്യാനത്തില് നവരത്ന പ്രാകാരങ്ങളുണ്ട്. വിവിധ പ്രകാശങ്ങള് ധ്യാന സമയത്ത് ആ സാധകോത്തമന് ദൃശ്യമാകും. ഈ അനുഭവ സിദ്ധിയാണ് ആ നവരത്ന പ്രാകാരങ്ങൾ ധ്വനിപ്പിക്കുന്നത്. അപ്പൊ എല്ലാറ്റിന്റെയും ഉള്ളില് ആ ഒരു എന്താ പറയാ വിദ്രുമം, അതായത് പവിഴത്തിന്റെ പ്രാകാരമാണ് ഉള്ളതെന്ന് ശ്രദ്ധിക്കണം. കാരണം അരുണവർണ്ണമായിരിക്കുന്ന പവിഴം അതെന്താണ്? ഈ ഭൂമിപുത്രനായിരിക്കുന്ന ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക, ഭൂമി തത്വം. അപ്പൊ അതിന്റെ പ്രധാനമായിരിക്കുന്ന എന്താ? ഭൂമി തത്വം എവിടെയാണ്? മൂലാധാരത്തിലാണ്, അല്ലെ? അപ്പൊ ആ ഒരു ഉദ്യദ്ഭാനു സഹസ്രാഭ ദേവി അരുണവർണ്ണമായിട്ട് ഉയർന്നു പൊങ്ങുന്ന കുണ്ടലിനി ശക്തിയാണ് അവിടെ ആവിർഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതിനുള്ളില് സഹസ്ര സ്തംഭ മണ്ഡപം, അത് സഹസ്രാര പത്മത്തെയാണ് ദ്യോതിപ്പിക്കുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ മാണിക്യ മണ്ഡപം ശ്രദ്ധേയമാണ്. ദിവ്യ നാഗങ്ങളുടെ ശിരസിലാണ് ഈ പറയുന്ന മാണിക്യക്കല്ലിരിക്കുന്നത്, അല്ലെ? വലിയ നമ്മൾ കേട്ടിട്ടുണ്ട് നാഗഭണം, അവിടെയാണ് മാണിക്യക്കല്ലിന്റെ സ്ഥാനം. അപ്പൊ ദേവിയിലെ ആ ഒരു മഹാപത്മാടവിയിലോട്ട് പോകുമ്പോ തന്നെ സർപ്പങ്ങൾ വസിക്കുന്ന ഒരു നാഗലോകമുണ്ട്. അവിടെ എന്താ? ഈ പറയുന്ന മാണിക്യക്കല്ലിന്റെ പ്രകാശമാണ്. അവിടെ എല്ലാ സർപ്പങ്ങൾക്കും ഈ മാണിക്യക്കല്ലുണ്ടെന്ന് പറയപ്പെടുന്നു. ദിവ്യ നാഗങ്ങളുടെ ശിരസില് ആണ് ഈ ഈ നമ്മൾ സങ്കല്പിക്കുന്ന ആ ഒരു മാണിക്യക്കല്ല്. അത് സഹസ്രാര പത്മത്തിൽ തെളിഞ്ഞു കാണുന്നു. എന്താ ഇപ്പൊ ഇത് പറയാൻ കാരണം? എപ്പോഴാണോ ശിവശക്തി ഐക്യം ഉണ്ടാകുന്ന ജ്യോതിസാണ്. കാരണം അതിനെ സൂചിപ്പിക്കുക, ആ പ്രകാശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അമൃതവും ആനന്ദവുമായിരിക്കുന്ന ഈ പ്രകാശത്തിന്റെ മറുപുറം അതായത് ആ ദ്വന്ദ്വമാണ് നമ്മൾ വിമർശം എന്ന് പറയുന്നത്. പ്രകാശ വിമർശങ്ങളാണ് പ്രപഞ്ച സൃഷ്ടി അതായിട്ട് പരിണമിക്കുന്നത്. ഈ ശാക്തേയ മതത്തില് പ്രകാശ വിമർശങ്ങളാണ് ശിവശക്തികൾ, അല്ലെ? ദിവ്യമായിരിക്കുന്ന പ്രകാശത്തിന്റെ വെറും ഒരു പ്രതിഫലനത്തെയാണ് നമ്മൾ വിമർശം എന്ന് പറയുന്നത്. അപ്പോ സൃഷ്ടി ആ ഒരു എന്താ പറയാ പ്രകാശം യഥാർത്ഥമായിട്ട്, വിമർശം വെറും തോന്നൽ. പ്രകാശമാണ് യഥാർത്ഥമായിട്ടുള്ളത്. വിമർശം എന്താ? ഒരു പ്രതിബിംബമാണ്, തോന്നലാണ്. അപ്പൊ അവിടെയുള്ള മഹാപത്മാടവി അത് നമ്മുടെ സഹസ്രാര പത്മമാണ് എന്ന് മനസ്സിലാക്കണം. മഹാപത്മം, വനം രണ്ടും സഹസ്രാരത്തെയാണ് മന്ത്രശാസ്ത്രത്തിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീചക്ര പൂജയിൽ നമ്മൾ മഹാപത്മവനാന്തസ്തെ കാരണാനന്ദ വിഗ്രഹേ സർവഭൂതഹിതേ മാത ഏഹി ഏഹി പരമേശ്വരി എന്ന് പറഞ്ഞ് അവിടെ നിന്നാണ് ദേവിയെ നമ്മൾ പുഷ്പത്തില് അല്ലെ ത്രികണ്ഠ മുദ്ര വെച്ച് ദേവിയെ ആവാഹിക്കുന്നത്, നമ്മൾ ശ്രീചക്രത്തിലോട്ട് കൊണ്ടുവരുന്നത്. ഈ മഹാപത്മത്തെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇതിനുള്ളിൽ ചിന്താമണി ഗ്രഹം, അല്ലെ? ചിന്തയുടെ, അതായത് സകലവിധ മാനസിക വ്യാപാരങ്ങളുടെയും ഉത്ഭവ സ്ഥാനമാണ് ഈ ചിന്താമണി എന്ന് പറയുന്നത്. മന്ത്രശാസ്ത്രത്തിൽ അതീവ സങ്കീർണമായിട്ടുള്ള ഒരു ബീജാക്ഷരമാണ് ചിന്താമണി മന്ത്രമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. ചിന്തയുടെ ഉത്ഭവ സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ സാധകൻ എവിടെ എത്തിയത്? എവിടെയാണ് ചിന്തകൾ തുടങ്ങുന്നത് അവിടെ എത്തി, അല്ലെ? പിന്നെ അതിനുപരിയായിട്ടുള്ള മനോവാചാമ ഗോചരമായിട്ടിരിക്കുന്ന ആ ഒരു വിഹായസിലേക്ക് പറന്ന് ഉയരുകയാണ്. ആ ചിന്താമണി ഗ്രഹത്തിന്റെ ചതുർദ്വാരങ്ങളില് ആംനായ ദേവതകൾ നിൽക്കുന്നു. ദേവി അതിന്റെ എല്ലാം കേന്ദ്ര ബിന്ദുവായിട്ട് സിംഹാസനോപരി സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ദേവി എന്താ പറയുക, ദേവിയുടെ വാഹനമാണ് സിംഹം, അല്ലെ? സിംഹാസനേശ്വരി. അപ്പൊ സർവ സ്പന്ദനങ്ങളും അക്ഷരാത്മകങ്ങളാണ്. ആ അക്ഷരസ്പന്ദനങ്ങളുടെ മൂലരൂപമായിട്ട് ആ ദേവി അവിടെ ഉയർന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇടാപിങ്കളകളിലൂടെ പ്രവഹിക്കുന്ന മൂലശക്തി സ്പന്ദനങ്ങള്, അല്ലെ? ആ മന്ത്രമാണ് ഹംസം.
ഇപ്പൊ എല്ലാ ജീവികളും അറിയാതെ തന്നെ 24 മണിക്കൂറും ഉരുവിടുന്ന അജപാ മന്ത്രമാണിത്. മന്ത്രശാസ്ത്രത്തിലെ ഒരു ഉയർന്ന സങ്കല്പമാണ് ഈ ഹംസ മന്ത്രം. ഈ ഹംസം എന്നതിനെ നമ്മൾ ഹംസ എന്നും ഹംസി എന്ന് ആ ഒരു ആക്കി നമ്മൾ പറയാറുണ്ട്. ഹംസ എന്നത് എന്താ? മൂലാധാരത്തിൽ നിന്ന് ഉയരുന്ന അതായത് അതിന്റെ ഒരു ദ്വന്ദ്വ ശക്തിയെ സൂചിപ്പിക്കുന്നു ഹംസ. അപ്പൊ ഇതിനെ തിരിച്ചിട്ടാൽ എന്താ? മൂലാധാരത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്ന കുണ്ടലിനിയിലേക്ക് പ്രവഹിക്കുന്നു. ആ ഒരു സങ്കേതം കിട്ടും. അതിനെ എന്താ? സിംഹ. അപ്പൊ ഈ വിരാജിക്കുന്ന ദേവി എവിടെയാ വിരാജിക്കുന്നത്? ദേവിയെ സിംഹവാഹനമായിട്ട്, അല്ലെ? ആ ഒരു സിംഹാസനസ്ഥയായിട്ടാണ് നമ്മൾ കരുതി വരുന്നത്. അപ്പൊ ഈ സിംഹാസനത്തിന്റെ 4 പാദങ്ങള് ബ്രഹ്മ വിഷ്ണു രുദ്ര ഈശ്വര മൂർത്തികളായത് അതുകൊണ്ട് തന്നെയാണ്. അതായത് സൃഷ്ടികർത്താവായിട്ട് സ്ഥിതി, തിരോധാനം, അനുഗ്രഹം എല്ലാം തന്നെ. ഇതിൽ സദാശിവമൂർത്തിയെ അവർക്ക് ഉപരിയായിട്ട് പലകയായിട്ട് സങ്കല്പിച്ചിരിക്കുക. അപ്പൊ ഹംസ തൂവൽ കൊണ്ടുള്ള മെത്ത. അപ്പൊ ഈ ഹംസ മന്ത്ര സ്പന്ദനങ്ങൾ തന്നെയാണ് ഹംസ തൂവൽ മെത്ത എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെയും ഉപരിയായിട്ട് വിരാജിക്കുന്ന മഹാദേവി, ഈ പ്രപഞ്ചത്തിന്റെ ആദി മൂല കാരണമായിരിക്കുന്ന ബ്രഹ്മസ്ഥയായിട്ടിരിക്കുന്ന ദേവി. അതാണ് കാമേശ്വര സംഗമം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതിനെ മൂടുന്ന മഹാമായ എന്ന് പറയുന്ന ഒരു യവനിക ഇവിടെ വളരെ അർത്ഥവത്താണ്, അല്ലേ? ഇത്രയും അർത്ഥങ്ങൾ ഗോപനം ചെയ്യുന്ന ഈ പീഠപൂജ എന്ന് പറയുന്നത് ശ്രീചക്രത്തിന്റെ മറ്റൊരു വർണ്ണനയാണ്. ഈ ശ്രീചക്രം പീഠത്തിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പീഠപൂജയായിട്ട് നമ്മൾ ആദ്യം ഇതാണ് നിർവഹിക്കുന്നത്. കാരണം ഇതെന്തിനാ ചെയ്യുന്നത്? ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ മനോമണ്ഡലം, അതായത് സമസ്ത പ്രപഞ്ചത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനുപരി ബ്രഹ്മശക്തി വരെയുള്ള പടിപ്പടിയായിട്ട് മനസ്സിന്റെ, അതായത് അതിന്റെ എല്ലാ സങ്കല്പങ്ങളുടെയും ഉപരിഭാഗത്തേക്ക് ആ ഒരു സമാധിയുടെ അജ്ഞാത ഗഹ്വരങ്ങളിലേക്ക് ഊളിയിട്ട് പോകുന്ന ആ ഒരു സാധകന്റെ പ്രയാണം, അതാണ് ഇവിടെ ധ്വനിക്കുന്നത്. അവസാനം പ്രപഞ്ച പരിണാമത്തിന്റെ കാരണഭൂതിയായിരിക്കുന്ന ആ ശക്തി, അത് ഞാൻ തന്നെയാണ്, അല്ലെ? നമ്മൾ എവിടെയാ ചെന്ന് ചേരുന്നത്? നമ്മൾ അവിടുന്ന് വിട്ടുവന്ന ഒരു ചെറിയ കണികയാണ്, ഇല്ലേ? തിരിച്ച് സഞ്ചരിച്ച് അവിടെ ചെന്ന് ചേരുമ്പോ അതായിട്ട് തീരുന്നു. പരമാത്മാവിനോട് സംഗമം ചെയ്തിട്ട് വിരാജിക്കുന്ന നിഗൂഢ സമമായിരിക്കുന്ന ഒരു അനുഭൂതിയിൽ എത്തുകയാണ് ശ്രീചക്രത്തിന്റെ നവാഭരണ പൂജയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ശ്രീചക്രത്തിന്റെ ഭൂമരത്തിന്റെ ആ ഒരു ബാഹ്യചക്രം അത് മനോമണ്ഡലമാണ്. ഈ മനോമണ്ഡലത്തിന് ഉപരിയായിട്ട് ബിന്ദു വരെ വിരാജിക്കുന്ന ശ്രീചക്ര രൂപിയായിരിക്കുന്ന ദേവി ദേഹം. അതുകൊണ്ടാണ് ശിവയോർ വപുഹു, ശിവശക്തി രൂപം എന്നൊക്കെ പറയുന്നത്. ഈ പീഠപൂജ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പീഠപൂജയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇതിന്റെ നമ്മുടെ ശരീരം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് ശ്രീവിദ്യാ മന്ത്രവും ഇതുമായിട്ടുള്ള ബന്ധം കൂടെ നമുക്ക് നോക്കി ഇത് അവസാനിപ്പിക്കാം. ശ്രീവിദ്യാ മന്ത്രം എന്ന് പറഞ്ഞാൽ ശ്രീചക്രം, അതിന്റെ ആരാധന ക്രമങ്ങള് അതിവിശിഷ്ടവും എല്ലാ സാധന മാർഗങ്ങളിലെയും അന്തർയാമിയായിട്ട് വർത്തിക്കുന്നതുമായിട്ടുള്ള കുണ്ടലിനി സാധനയുടെ അതിവിശദമായ ഒരു വ്യാഖ്യാനമാണ്. ശ്രീചക്ര സാധനയുടെ ശക്തിയും വൈശിഷ്ട്യവും ഇതാണ്. കാരണം ഈ പൂജ സാധാരണ ബിന്ദു മുതൽ പൂപുരം വരെയുള്ള സൃഷ്ടിക്രമത്തിലല്ല സാധാരണ ചെയ്യാറുള്ളത്. നമ്മുടെ പരമ്പരയിലും അങ്ങനെ തന്നെയാണ്. എന്താണ്? മോക്ഷത്തിന് ആഗ്രഹിക്കുന്ന ഒരു സാധകൻ, അല്ലെ? മോക്ഷകാംക്ഷിയായിരിക്കുന്ന ഒരു സാധകൻ ശ്രീചക്ര ആരാധന സംഹാരക്രമത്തില്, അതായത് ഭൂപുരം മുതൽ ബിന്ദു വരെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന മന്ത്രവിശേഷത്തെയാണ് നമ്മൾ ശ്രീവിദ്യാ മന്ത്രം എന്ന് പറയുന്നത്. ശ്രീവിദ്യാ മന്ത്രം പ്രധാനമായിട്ട് 2 തരത്തിലുണ്ട്. ക എന്നുള്ള അക്ഷരം കൊണ്ട് തുടങ്ങുന്നതും ഹ എന്നുള്ള അക്ഷരം കൊണ്ട്, അതായത് ഹകാരത്തിൽ തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു കാതിമന്ത്രം കാമേശ്വരിയെ, ഹാദിമന്ത്രം കാമേശ്വരന്. അതില് ഹാദിമന്ത്രത്തിലെ കാമേശ്വരന് ആദ്യം വരുന്നു, മറ്റതില് ക എന്നുള്ള അക്ഷരത്തില് കാമേശ്വരി ആദ്യം വരുന്നു. രണ്ടും ഒന്നാണ്, അല്ലേ? ഒന്ന് പുരുഷ രൂപമായിട്ടും ഒന്ന് സ്ത്രീ രൂപമായിട്ട് പരാശക്തിയെ ഉപാസിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഇത് കൂടാതെ ആ ഒരു പഞ്ചദശാക്ഷരങ്ങൾ 15 അക്ഷരങ്ങൾ അടങ്ങി ഈ മന്ത്രത്തിനെ ഒന്നുകൂടി നീട്ടി വലിക്കുകയാണെങ്കിൽ അത് ഷോഡശാക്ഷരി 16 അക്ഷരം. ഇപ്പൊ നമ്മൾ 16 ഉപചാരങ്ങൾ കൊടുത്ത പോലെ ആയിട്ട് തീരുന്നു. ഷോഡശി ഉപാസകർക്കാണ് ഊർധാംനായം, പഞ്ചദശി ഉപാസകർക്ക് 4 ആംനായങ്ങൾ, ചതുരാംനായങ്ങളെ ഉള്ളൂ. അതിന്റെ ഉപരിയായിട്ട് ഗുരുവിന്റെ സമ്പൂർണ്ണ മന്ത്രമായിരിക്കുന്ന മഹാപാതുക കിട്ടുകയാണ് ശ്രീവിദ്യാ മന്ത്രത്തിലുള്ള മന്ത്രദീക്ഷകളുടെ അവസാന ഘട്ടം എന്ന് പറയുന്നത്. നമുക്ക് ഗുരുമന്ത്രം കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് പ്രവേശിക്കുന്നത്, ഇല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ നമുക്ക് കിട്ടേണ്ടത്? പൂർണ്ണമായിട്ട് മഹാപാതുക മന്ത്രം. അപ്പൊ അതിന് ഉപരിയായിട്ട് വേറൊരു ദീക്ഷയില്ല.
അപ്പൊ ദീക്ഷിതൻ അതോടുകൂടി സർവ മന്ത്രാധികാരിയായിട്ട് തീരുന്നു. പിന്നെ ആ എന്താ പൂർണ്ണദീക്ഷ കിട്ടിയ ഒരാൾക്ക് ഈ സപ്തകോടി മന്ത്രം, ഏത് മന്ത്രം വേണമെങ്കിലും നമ്മുടെ ഇഷ്ടാനുസരണം, അല്ലെ, നമ്മിപ്പോ ഗുരു ശരീരത്തിൽ ഇല്ലെങ്കിൽ പോലും നമുക്കെടുത്ത് ജപിക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ടാണ് സപ്തകോടി മന്ത്രത്തിന്റെ അധികാരി എന്ന് പറയുന്നത്. അപ്പൊ ഗുരുമണ്ഡലത്തിൽ കയറുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോ കുണ്ടലിനി ശക്തിയുടെ ആ ഒരു എന്താ പറയാ പ്രബോധനം ആ ദീക്ഷയോടുകൂടി സമാരംഭിക്കുകയാണ് അവിടെ. ഏത് മന്ത്രവും പ്രത്യേക ദീക്ഷ കൂടാതെ ആ സാധകനെ ഉപാസിച്ച് സിദ്ധി വരുത്താവുന്നതാണ്. പിന്നെ ഈ മഹാപാതക ഉൾപ്പെട്ടതാണ് അനുത്തരാംനായം എന്ന് പറയുന്നത്. അപ്പൊ ശ്രീചക്ര ഉപാസനയുടെ ആഴങ്ങളിലേക്ക് കടക്കാൻ ഇവിടെ ഞാൻ പോയിട്ടില്ല. കാരണം ഇത് വളരെ ഉപരി ആയിട്ട് നിന്ന്, വളരെ എന്താ പറയാ പെരിഫറി നിന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ബാക്കിയൊക്കെ ഉപാസകൻ ഗുരുവിന്റെ നേരിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇതിനകത്ത് ആംനായ പൂജ എന്ന് പറഞ്ഞ് വളരെ വിശേഷപ്പെട്ട ഒരു പൂജയുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമുക്കിങ്ങനെ പൊതുവായിട്ട് പറയാൻ സാധ്യമല്ല. അപ്പൊ ഈ യന്ത്രമന്ത്ര യോഗ ശാസ്ത്രത്തെ പറ്റി ഇത് മൂന്നും കൂടെ ചേർന്നതിനെയാണ് നമ്മൾ ശ്രീവിദ്യ ശ്രീചക്ര ഉപാസന എന്ന് പറയുന്നത്. അപ്പൊ ഈ യന്ത്രമന്ത്ര യോഗ ശാസ്ത്രങ്ങളെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ മന്ത്രദീക്ഷ കൊടുക്കാവൂ. എന്നാലും നമുക്ക് പറഞ്ഞു കൊടുക്കണം അവർക്ക് ഇതെന്താണ്, അല്ലേ? അപ്പൊ ആ കൃത്യം നിർവഹിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ശ്രീചക്രം, ശ്രീചക്രത്തിന്റെ സ്വരൂപം എന്താണ്, ശരീരവുമായിട്ടുള്ള ബന്ധം എന്താണ്, ആംനായങ്ങൾ എന്താണ്, ശ്രീവിദ്യ മന്ത്രം എന്തുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ ഉള്ളില് ഒരു ധാരണ ഉണ്ടായിരിക്കണം. കാരണം ഇത് സാധാരണക്കാരന്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ ഉള്ള പ്രതിപാദ്യ വസ്തുവല്ല. സാധാരണ മന്ത്രദീക്ഷ എടുത്തവർ പോലും അനേക വർഷത്തെ ഉപാസനയ്ക്ക് ശേഷം മാത്രമാണ് ഇത് പറയാൻ തന്നെ പറ്റുന്നത്. കാരണം അത്രയ്ക്കും അവഗാഹം അതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതൊക്കെ എന്താ പറയാ ഒരു ജോമെട്രി ലൈൻ പോലെ. കാരണം ദേവി ഉപാസന എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യാല്ല. കൃത്യമായിട്ടുള്ള കണക്കുകളിലൂടെ, കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയാ രീതിയിലൂടെ തന്നെ മുമ്പോട്ട് പോകണം. പ്രപഞ്ചം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, പ്രപഞ്ചത്തിലെ നമ്മൾ അതിന്റെ ഓർബിറ്റ് നമുക്കറിയാം, അനേക കോടി ബ്രഹ്മാണ്ട ജനനിയാണ്, അല്ലെ? ബ്രഹ്മാണ്ടങ്ങളെല്ലാം തന്നെ ഇങ്ങനെ എന്താ പറയാ ഒരു അതിൻ്റെതായിട്ടുള്ള ആ ഒരു പഥത്തിലൂടെ, സഞ്ചാര പഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ വീഴ്ച വന്നു കഴിഞ്ഞാൽ പ്രപഞ്ചം ഇല്ല പിന്നെ. അപ്പൊ അതൊക്കെ ഇത്ര കൃത്യമായിട്ട് നടക്കുന്നത് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അതുപോലെ ദേവിയിലേക്കുള്ള യാത്രയും കൃത്യമായിട്ടുള്ള പൂജകള്, കൃത്യമായിട്ട് തെറ്റാതെയുള്ള മന്ത്രജപം, നമ്മൾ ഈ കാമനായങ്ങളെയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി അത് എവിടെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു പോയെങ്കിൽ അതിനൊരു വഴിയുണ്ട്. അതിനാണ് നമ്മൾ ഗുരുമണ്ഡലം എന്ന് പറയുന്നത്. അവര് കാണിച്ചു തന്ന വഴി, ആ വഴിയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. കാരണം അത് സാധാരണ അതുകൊണ്ടാണ് മന്ത്രദീക്ഷ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കാൻ കാരണം. ഈ ശ്രീചക്ര സാധന എന്ന് പറഞ്ഞാൽ മനുഷ്യനില് നിഗൂഢ ശക്തികൾ ഉണരുന്ന ഒരു ഇത്രയും ദേവതമാരായിരിക്കുന്നത്, അല്ലെ? ശരീരം ശ്രീചക്രമാണെങ്കിൽ ഏകദേശം ഈ 121 ദേവതകൾ നമ്മുടെ ശരീരത്തിൽ ഉണരുകയാണ്, അല്ലെ? ഇതൊരു ആധ്യാത്മിക സത്യമാണ്. നിഗൂഢ ശക്തികളെ ഉണർത്തുന്ന മന്ത്രസ്പന്ദനങ്ങളാണ് നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങളെല്ലാം തന്നെ. അപ്പൊ അതിന്റെ ആ ഒരു ജപിക്കുന്ന സാധകന്റെ എല്ലാ കാമങ്ങളും പൂർത്തീകരിക്കപ്പെടുകയാണ്. കാരണം ഭോഗസിദ്ധിയും നടക്കുന്നുണ്ട്, മോക്ഷസിദ്ധിയും നടക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ ഈ മഹാത്രിപുര സുന്ദരി ഉപാസന എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ഉപാസനയല്ല, ഏറ്റവും ഹയർ ലെവൽ, ഏറ്റവും ഉയർന്ന ഉപാസനയാണ്. അപ്പൊ ഇത് നമ്മുടെ ഭാരതീയ സംസ്കാരവും, അതായത് ഭാരത ഭൂമിയില് സംബന്ധിച്ചൊരു എന്താ പറയുക വ്യക്തമായിട്ട് ഇത് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഭാരത ഭൂമിയുടെ ആ ഒരു കിടപ്പ് വെച്ച് നോക്കിയാൽ തന്നെയും അത്രയും എന്താ പറയാ ഈ ഒരു ശ്രീവിദ്യ മന്ത്രം, ദേവിയുടെ ഉപാസനകള് ഇവിടെ പണ്ട് മുതലേ നടന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ശ്രീവിദ്യ എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പണ്ട് കാലം മുതലേ ഈ ഒരു ഉപാസനാ സമ്പ്രദായം, ശക്തയ ഉപാസനയാണ് ഏറ്റവും പഴയ ഉപാസന എന്ന് പറയുന്നത്. അപ്പോ എന്താ പറയാ ഈ ശ്രീചക്രം, ശ്രീവിദ്യ എന്നൊക്കെ പറയുന്നത് ദേവിയുടെ ഉയർന്ന തരത്തിൽ നമുക്ക് ആ ഒരു യാത്ര ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതാണ്. അപ്പൊ നമ്മളെ ദേവിയെ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ പാപങ്ങളെയും തീർക്കാൻ കഴിവുള്ളവളാണ് ദേവി, അല്ലെ? മഹാപാതകനാശിനി, മഹാപാപനാശിനി എന്നൊക്കെ ദേവിയെ പറയാറുണ്ട്. കാരണം എന്താ, എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന എല്ലാ പാപങ്ങളെയും അതിൽ നിന്ന് നമുക്ക് പാപാപഹാരിണി, നമ്മളെ അപഹരിച്ചു കളയാൻ, നമ്മുടെ പാപങ്ങളെ ഇല്ലാതാക്കാൻ കഴിവുള്ളവൾ. കാരണം എന്താ, അമ്മ ശ്രീമാതയാണ്, ശ്രീ മഹാരാജ്ഞിയാണ്, സിംഹാസനേശ്വരിയാണ്. സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്യാൻ കഴിവുള്ളവളാണ്.
അപ്പോ പാപ അപഹാരിണിയും ദേവിയും ഭുക്തിമുക്തി പ്രദായിനിയും. അമ്മയ്ക്ക് രണ്ടും തരാനുള്ള കഴിവുണ്ട്. മുക്തി തരുന്നു, മുക്തിയും തരുന്നു, അല്ലെ? അപ്പോ ആ ഒരു എന്താ പറയാ, അനന്താം വിജയാം ശുദ്ധാം ശരണ്യാം ശിവദാം ശിവ. ദേവിയെ കുറിച്ചുള്ള ഈ പറഞ്ഞ ശ്രീചക്ര പൂജയുടെ അവസാനം നമ്മൾ പറയുന്ന ഒരു ശ്ലോകമാണിത്. പാപ അപഹാരിണിയും ദേവിയും മുക്തി പ്രദായിനിയും അനന്താം വിജയാം ശുദ്ധാം ശരണ്യാം ശിവദാം ശിവ. അപ്പൊ ദേവി നമ്മുടെ എല്ലാ പാപങ്ങളും നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത അനേക ജന്മങ്ങളിൽ ചെയ്ത നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ എല്ലാം ശുദ്ധിയാക്കിക്കൊണ്ട്, അല്ലെ, ഇനിയൊരു ജന്മത്തിൽ കിട്ടുകയാണെങ്കിലും ഇതിലും ഉയർന്ന അമ്മയുടെ തന്നെ അനുഗ്രഹം കൊണ്ട് ആ എന്താ പറയാ, അമ്മ ഉദ്ദേശിക്കുന്ന രീതിയിൽ അമ്മ നമുക്ക് അനുഗ്രഹം തരുന്ന എങ്ങനെയാ? നമ്മുടെ സ്വരൂപത്തെ മനസ്സിലാക്കി തന്ന, ഞാൻ ആര് എന്നുള്ള സത്യം മനസ്സിലാക്കി തന്നിട്ടാണ്, അല്ലെ? അപ്പൊ നമ്മള് ക്ഷമ അപരാധ സ്തോത്രം പറഞ്ഞു. നമ്മള് എന്താ പറയാ, എല്ലാ ശ്ലോകങ്ങളിലും അമ്മ ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? എന്നിട്ട് ദേവിക്ക് 16 ഉപചാരങ്ങൾ കൊടുത്തു. അമ്മയുടെ പഞ്ചദശി ഷോഡശി മന്ത്രം കൊണ്ട് ഉപചാരങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ശ്രീവിദ്യ എന്താണെന്ന് മനസ്സിലാക്കി, ശ്രീചക്രം എന്താണ്, ഒരു സാമാന്യ ഒരു ബോധം നമുക്ക് അതിൽ നിന്ന് കിട്ടിയില്ലേ? ഇനിയിപ്പോ എന്താ വേണ്ടത്? ഈ കിട്ടിയ അറിവിനെ നമ്മളെ ആ ഒരു ശ്രവണത്തിലൂടെ നമുക്ക് കിട്ടിയ അറിവ് ഇനി നമ്മൾ എന്ത് ചെയ്യണം? മനനം ചെയ്യണം, ഇത് ചിന്തിക്കണം, കേൾക്കണം, ഇതിനെ മനസ്സിലാക്കണം. എന്നിട്ട് നിധിധ്യാസനം, കണ്ടംപ്ലേഷൻ, അതിനെക്കുറിച്ച് വീണ്ടും 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 ചിന്തിക്കുമ്പോൾ എന്തിനെ കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത് അതായിത്തീരും, അല്ലെ? അതാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. ഒരു പ്യൂപ്പയിൽ നിന്ന് എങ്ങനെയാ ബട്ടർഫ്ലൈ, ഒരു ചിത്രശലഭം ഉണ്ടാകുന്നത്? വളരെ ആ ഒരു ഭംഗിയില്ലാത്ത പ്യൂപ്പയ്ക്കകത്തിരുന്ന് അത് ചിന്തിച്ച് അവസാനം വർണ്ണച്ചിറകുള്ള ചിത്രശലഭമായിട്ട് അത് ആ വിഹായസിൽ കുറച്ച് സമയം ജീവിക്കുന്നുള്ളെങ്കിലും അത് വളരെ എന്താ പറയാ, നല്ല തേജോമയമായിട്ടൊരു ജീവിതം, നല്ല മനോഹരമായിട്ട് സ്വതന്ത്രമായിട്ട് അത് പറന്നുയരുകയാണ്. അതുപോലെ നമ്മൾ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ആരെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈശ്വരന്റെ ഭാഗമാണ്. നമ്മുടെ ഉള്ളില് ഇതൊന്നിലും കറപറ്റാത്ത ഒരു താമരപ്പൂ എങ്ങനെയാണോ ചെളിയിൽ വിടരുന്നത്, അതുപോലെ ഈ ശരീരമാകുന്ന പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ഈ ശരീരത്തില് മനോഹരമായിരിക്കുന്ന ഈശ്വര തത്വമുണ്ട്. അതാണ് നമ്മുടെ ഉണ്മ. ആ ശക്തിയെ, ആ ഒരു എന്താ പറയാ ജീവനെ നമുക്ക് ആ ഒരു ത്രിപുര സുന്ദരി എന്ന് പറയുന്ന പ്രകൃതി രൂപിണിയും നമ്മുടെ ഉള്ളിലെ കുണ്ടലിനി സ്വരൂപിണിയായിട്ടിരിക്കുന്ന ആ മഹത് ശക്തിയിൽ ചേർക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് ജനന മരണങ്ങൾ അവസാനിക്കുന്നത്. കാലചക്രം പിന്നെ ഇല്ല. ആ ജീവൻ എന്തായിട്ട് തീർന്നു? ഈശ്വര സ്വരൂപിയായിട്ട് തീർന്നു. അത് തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അത് മരണശേഷം കിട്ടേണ്ടതല്ല, ഇന്ന് ഇവിടെ വെച്ച് ഇപ്പോ ഈ അറിവിൽ കിട്ടേണ്ടതാണ്. ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് സോക്കോൾഡ് ശ്രീവിദ്യ ഉപാസകരെന്ന് അഭിമാനിക്കുന്ന നമ്മൾ, അല്ലെ, ജീവിതത്തിൽ എത്ര ജന്മങ്ങൾക്ക് ശേഷമാണ് ഈ മന്ത്രം കിട്ടുന്നത്? ആ മന്ത്രത്തെ നന്നായിട്ട് ഉപയോഗിച്ച് നമ്മുടെ എന്താ പറയാ, ആ മുമുക്ഷുത്വത്തോടു കൂടി നമ്മുടെ പുരുഷാർത്ഥങ്ങളിൽ ഏറ്റവും ഉയർന്ന മോക്ഷം എന്ന പദത്തില്, ധർമ്മ അർത്ഥ കാമങ്ങൾ അവിടെ ഇരുന്നോട്ടെ, മോക്ഷം എന്ന പദത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന മന്ത്രമാണിത്. ആ മന്ത്രത്തെ എന്താ പറയാ, പഠിച്ച് മനസ്സിലാക്കി ഓരോ ദിവസവും അതിന്റെ ഉള്ളറകളിൽ അതിന്റെ തത്വങ്ങളിലേക്ക് പ്രവേശിച്ച് അതായിത്തീരാൻ ഗുരുപരമ്പരയും സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് തുടർന്നു വരുന്ന ഈ സത്സംഗങ്ങള് ഇന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്താ പറയാ, ഈ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങള്, സർവ്വ കാമസിദ്ധി, ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതൊക്കെ അമ്മ മാറ്റി, അമ്മയെ മറക്കാതെ ഈ കാര്യങ്ങളൊക്കെ ദിവസവും ഒന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതം സാർത്ഥമാക്കിക്കൊണ്ട് വെളിയിലിരിക്കുന്ന നമ്മളെ ദുഃഖങ്ങളിലോട്ടൊന്നും മനസ്സ് പോകാതെ അമ്മയിൽ പിടിച്ചു നിർത്തി ആ ഒരു ആനന്ദം നിങ്ങൾക്കും എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റട്ടെ എന്ന് മനസ്സുകൊണ്ട് എന്താ പറയാ പൂർണ്ണമായിട്ട് നിങ്ങളെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ പിരിയാം. ഇനി വീണ്ടും കാണാമെന്നുള്ള എന്താ ഒരു പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.